നമ്മുടെ വിധവകളുടെ കണ്ണീരൊപ്പനാണ്, രാജ്യത്തിന്റെ കണ്ണീരൊപ്പനാണ്, നമ്മുടെ മുറിവുണക്കലാണ്. അതിനുമപ്പുറം ഭീകരതയ്ക്കെതിരായ നമ്മുടെ ചെറുത്തുനിൽപ്പും ഭീകരതയെ സന്ധിയില്ലാതെ തോൽപ്പിക്കുമെന്ന മുന്നറിയിപ്പുമാണ് പാകിസ്ഥാന് നൽകുന്നത്. ഈ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്ലാനിങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ നേരത്തെയും ചില വിവരങ്ങൾ എവിടെയാണ് എപ്പോഴാണ് അറ്റാക്ക് എന്നത് വ്യക്തമാക്കിയില്ലെങ്കിലും പ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയും ഉൾപ്പെടെ സൈനിക വൃത്തങ്ങൾ ഉൾപ്പെടെ ആക്രമണം ഉണ്ടാകുമെന്നത് വിശദീകരിച്ചിരുന്നു, അത് ആവർത്തിച്ചിരുന്നു. ഇപ്പോൾ നടത്തിയിരിക്കുന്ന ആക്രമണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വന്ന വിവരങ്ങളുമായി എന്തൊക്കെ കാര്യങ്ങൾ കൂടുതലായി കൂട്ടിച്ചേർക്കാൻ കഴിയും? തീർച്ചയായും നമുക്ക് ഏറ്റവും ഒടുവിൽ ലഭിച്ച വിവരങ്ങൾ പ്രകാരം ഈ മാപ്പിന്റെ കൂടെ സഹായത്തോടെ എവിടെയെല്ലാമാണ് ഈ ആക്രമണം നടന്നത് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തത വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ഒരു സ്ഥിരീകരണം, ഏറെക്കുറെയുള്ള സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതൊന്ന് വിവരിക്കാം. പ്രധാനമായും 9 കേന്ദ്രങ്ങളാണ് ആക്രമണം നടന്നിട്ടുള്ളത്. അത് 4 എണ്ണം POKയിൽ പാക് അധിനിവേശ കശ്മീരിലും ഒപ്പം തന്നെ മറ്റ് 4 കേന്ദ്രങ്ങൾ, അതിൽ ഈ ബഹാവൽപൂരിൽ 2 ഇടത്തുണ്ട്. അങ്ങനെയാണ് ഈ 9 എന്ന് വരുന്നത്. അങ്ങനെ 9 കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണത്തിൽ ആദ്യം നമുക്കെടുത്താൽ മുസാഫറാബാദ്, തൊട്ട് താഴെയായി ഈ മാപ്പിൽ തന്നെ ശ്രദ്ധിച്ചാൽ അതിന്റെ തൊട്ട് താഴെയായി കോട്ട്ലി മേഖലയിൽ, ഒപ്പം തന്നെ ഗുൽപൂർ മേഖലയിൽ, ഒപ്പം തന്നെ ദിംബേർ മേഖലയിൽ. ഇത് ഈ 4 ഇടവും POKയിലുള്ളതാണ്. ഈ 4 സ്ഥലങ്ങളിലും ഒരുമിച്ചാണ് ആക്രമണം ഉണ്ടായിട്ടുള്ളത്. ഒപ്പം ഈ പാകിസ്ഥാനിലെ സ്ഥലങ്ങളിൽ, അതായത് ഒന്ന് സിയാൽകോട്ട്, മറ്റൊന്ന് ചാക് അമ്രു, മറ്റൊന്ന് മുർഡിഗെ, ഒപ്പം തന്നെ ബഹാവൽപൂർ. ഈ വളരെ പ്രധാനപ്പെട്ടതായി ബഹാവൽപൂരിലാണ് പ്രധാനപ്പെട്ട തീവ്രവാദ കേന്ദ്രങ്ങളൊക്കെ പ്രവർത്തിക്കുന്ന ലക്ഷ്യമാക്കിക്കൊണ്ടുള്ള ആക്രമണം നടന്നിട്ടുള്ളത്. ഈ ബഹാവൽപൂരിലും മുർഡിഗയിലും ജെയ്ഷെ മുഹമ്മദ് കേന്ദ്രവും ലഷ്കർ കേന്ദ്രവുമാണ് ഇന്ത്യൻ സൈന്യം ലക്ഷ്യമിട്ടിട്ടുള്ളതും അവിടെ ഈ 2 കേന്ദ്രങ്ങളും തകർത്തിട്ടുള്ളതും എന്നതാണ് പുറത്തു വരുന്ന വിവരം. ഇങ്ങനെ പാകിസ്ഥാനിൽ ജെയ്ഷെ കേന്ദ്രവും ഒപ്പം തന്നെ ലഷ്കർ കേന്ദ്രവും, അതിനൊപ്പം തന്നെ ചാക് അമ്രു പ്രദേശത്തും സിയാൽകോട്ടിലും, ഇങ്ങനെ ഈ 4 ഇടത്ത് പാകിസ്ഥാനിൽ ആക്രമണം നടക്കുന്നു. അതിൽ തന്നെ ബഹാവൽപൂരിൽ 2 ഇടങ്ങളിലായി, അങ്ങനെ പാകിസ്ഥാനിൽ 5 കേന്ദ്രങ്ങളിൽ ആക്രമണം നടക്കുന്നു. ഒപ്പം തന്നെ POKയിലെ 4 കേന്ദ്രങ്ങൾ, മുസാഫറാബാദ്, കോട്ട്ലി, ഗുൽപൂർ, ബിംബേർ, ഈ 4 കേന്ദ്രങ്ങളിലും, ഇങ്ങനെ 9 കേന്ദ്രങ്ങളിലാണ് ഇന്ത്യൻ സൈന്യത്തിന്റെ ശക്തമായ തിരിച്ചടി ഒരേ സമയം കൃത്യമായി തന്നെ നൽകിയിട്ടുള്ളത്.